ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഒരു പാൻ വെച്ച് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. സാൾട്ടഡോ അൺസാൾട്ടഡോ ആയിട്ടുള്ള ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ബട്ടർ നല്ലതുപോലെ ഉരുക്കി നന്നായിട്ട് റെഡിയായി വരുന്ന സമയത്ത് അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറഞ്ഞ അളവിൽ മതി, ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറു തീയിലിട്ടിട്ട് നല്ലതുപോലെ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് മീഡിയം സൈസുള്ള ഒരു സവാളയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ, 2-3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള നല്ലതുപോലെ കളറ് മാറി നന്നായിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ തക്കാളി, നല്ലതുപോലെ പഴുത്ത ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും സവാളയും നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ചതിന് ശേഷം തക്കാളി നല്ലതുപോലെ വേവിച്ചെടുക്കണം. തക്കാളി നന്നായി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവി കൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെ മുഴുവനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടി. 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം എല്ലാം നന്നായി മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ മസാല നമ്മൾ കണ്ടോ, ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് 2 മുട്ട വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. അതുകൊണ്ട് 2 മുട്ടയുടെ മഞ്ഞയാണ് ഇപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരിത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഇത്തിരി കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി മുട്ടയുടെ മഞ്ഞ മസാലക്കൂട്ടുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാം. ഇനി നല്ല ചൂടുള്ള വെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഒത്തിരി ലൂസായിട്ടുള്ള ഒരു ഗ്രേവി അല്ല നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് അതേ പാനിനകത്തോട്ടേക്ക് തന്നെ വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരിത്തിരി കാശ്മീരി മുളക് പൊടി, ഒരിത്തിരി ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം മുട്ടയുടെ വെള്ള ഇതുപോലെ മുറിച്ചിട്ട് 2 മുട്ടയുടെ വെള്ള ഇതുപോലെ മുറിച്ചിട്ട് നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഒരു പ്ലേറ്റിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഇതിൻ്റെ മുകൾ ഭാഗത്തോടി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് സെർവ് ചെയ്യുന്ന സമയത്ത്. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എഗ് ചിങ്കാരി എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.